വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുന്ന പരമനാറികളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ രാജ്യം ഭരിക്കുന്നത് ആരാണ്? ഈ രാജ്യത്തിനെതിരെ ഈ രാജ്യത്തിനുള്ളിൽ നിന്ന് വിദേശ ഫണ്ട് വാങ്ങിച്ച ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയമപരമായി അത് കണ്ടെത്താനും ശിക്ഷിക്കാനും ഈ കിഴങ്ങന്മാർക്ക് കഴിയില്ലേ? വളരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച യുവാക്കളെയാണ് പോലീസ് മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അതുപോലെയുള്ള ക്രൂരതകളാണ്. കൊച്ചു പെൺകുട്ടികളുടെ പിൻഭാഗത്തേക്ക് ലാത്തി കുത്തിക്കയറ്റുന്ന പുരുഷ പോലീസുകാരുടെ അടക്കം വൃത്തികെട്ട നെറികെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. BJPയുടെ ഗുണ്ടകൾ പോലീസുകാർക്കൊപ്പം സിവിൽ ഡ്രസ്സിൽ ലാത്തിയും വടികളുമായി വന്നിട്ട് പെൺകുട്ടികളെ അടക്കം അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന് പുറത്തു വരികയാണ്. സംഘപരിവാറിന്റെ ഗ്രൂപ്പുകളിലൊക്കെ കൊലവിളിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ രാജ്യദ്രോഹിയാണ്, വിദേശ ഫണ്ട് സ്വീകരിച്ചു വന്നിട്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ഇവനെ കൊല്ലണം, ഇവനെ തീർക്കണം, രാജ്യദ്രോഹികളെ വെടിവെക്കണം. ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് നേരെ കാറി തുപ്പുന്ന രീതിയിലാണ് BJPയുടെ നേതാക്കൾ, ഈ ഗോപാലകൃഷ്ണ പോലെയുള്ള പമ്പര വിഡ്ഢിത്തം നിറഞ്ഞ വർത്തമാനങ്ങൾ പറയുന്ന നേതാക്കൾ ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായിട്ട് വേണം നമ്മൾ കാണാൻ. സുമേഷ് കാവിപ്പടയ്ക്ക് എന്ത് സ്കൂള്, എന്ത് ശാസ്ത്രം, എന്ത് ബോധം? ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കാമെന്നും ഗോമൂത്രം കുടിച്ചാൽ വേറെന്തോ വലിയ സിദ്ധി കിട്ടുമെന്നും ഈ പറയുന്ന ചാണക കേക്ക് കഴിച്ചാൽ കൊറോണ മാറുമെന്നൊക്കെ പറയുന്ന കുറേ വിദ്യാസുരന്മാരുടെ ഇടയിലേക്കാണ് ഈ വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നവും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. ഇത് രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധം ആളിക്കത്തുകയാണ്. അതായത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി കളത്തിലിറങ്ങിയിരിക്കുന്നു. മാത്രമല്ല വലിയ പിന്തുണ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. യാതൊരു തരത്തിലും പിന്നോട്ടില്ല, അവർക്ക് നീതി ലഭിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം 22ാമത്തെ ദിവസം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ BJP സർക്കാർ അല്ലെങ്കിൽ മോദി ഈ ഒരു വിഷയത്തിൽ മുട്ടുമടക്കേണ്ടി വരുമോ? കാരണം അത്രത്തോളമാണ് പ്രതിഷേധം ആളിക്കത്തുന്നത്. രേഷ്മ, ഇവിടെ ഈ പ്രതിഷേധം അതിശക്തമാകുന്ന കാഴ്ചകളാണ് ഡൽഹിയിൽ എങ്ങും കാണാൻ സാധിക്കുന്നത്. ജന്തർ മന്ദറിലേക്ക് യുവാക്കളുടെ ഒഴുക്ക് തന്നെയാണ് ഇന്ന് രാവിലെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ ആളുകൾ ഒഴുകി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. യുവാക്കൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പഞ്ചാബിൽ നിന്നുള്ള സിഖ് സമൂഹം കൂടി ഇതിൻ്റെ ഭാഗമായി വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും അതിൻ്റെ പല ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് മുമ്പ് ഈ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ അധികാരത്തിലേറി ഇത്രയും നാളായിട്ട് ഒരു സമരത്തിന് മുന്നിൽ മോദി സർക്കാർ തലകുനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് കർഷക സമരത്തിലാണ്. ആ സമരത്തിന് തീയായി നിന്നത് അല്ലെങ്കിൽ ആ സമരത്തെ ഒരു ദീർഘനാളുള്ള ഒരു പ്രക്രിയയായി മുന്നോട്ട് കൊണ്ടുപോയത് പഞ്ചാബിൽ നിന്നുള്ള സിഖ് സഹോദരങ്ങളായിരുന്നു. അവരുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിലും അല്ലെങ്കിൽ ഈ രാജ്യത്തെ യുവാക്കളുടെ പ്രതിഷേധ പരിപാടിയിലേക്കും ഉണ്ടാകുന്നു എന്നുള്ളത് ഈ സമരം അനിശ്ചിതമായി തുടരാനുള്ള ഒരു ഇന്ധനമായി കാണേണ്ടി വരും. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പിന്തുണ കർഷക സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, പഞ്ചാബിലെ ജനതയുടെ സിഖ് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും സവിശേഷമായി ഞാൻ ഇന്ന് ദൃശ്യങ്ങളിലൂടെ കണ്ടൊരു കാര്യം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി അടക്കം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഒക്കെ ഒറ്റക്കെട്ടായി ഈ സമരത്തിൽ അണിനിരന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പക്ഷേ അതൊരിക്കലും അവരുടെ മാത്രം തീരുമാനമായിരുന്നില്ല. കടുത്ത സമ്മർദ്ദങ്ങളുടെ ഫലമായി ഇനിയും ഈ സമരം ഏറ്റെടുത്തില്ലെങ്കിൽ, ഈ സമരത്തിൻ്റെ ഭാഗമായില്ലെങ്കിൽ, യുവാക്കൾക്ക് പിന്തുണ കൊടുത്തില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിനെ തുടർന്നു കൂടിയാണ് അല്പം വൈകിയാണെങ്കിലും രാഹുൽ ഗാന്ധി അടക്കം ഈ സമരത്തിൻ്റെ ഭാഗമായി. നോക്കുക, ഈ സമരത്തിൽ രാഹുൽ ഗാന്ധി ഭാഗമാവുകയും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ സമരത്തെ പിന്തുണയ്ക്കുകയും ചെയ്തതോടുകൂടി 2-3 കാര്യങ്ങൾ രാഷ്ട്രീയപരമായി കൂടി സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ യുവാക്കളെ എത്രയും പെട്ടെന്ന് അടിച്ചമർത്താൻ കഴിയും എന്നൊരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇനി വിലപ്പോകില്ല എന്ന് തീർച്ചയായിട്ടുണ്ട്. രാജ്യവ്യാപകമായി കോൺഗ്രസ് പാർട്ടിയുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഈ യുവാക്കൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യം മുഴുവനും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം കൂടുതൽ ആളുകൾ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ സമരത്തിൻ്റെ ഭാഗമാകുന്ന സാഹചര്യം വന്നതോടുകൂടിയാണ്. ഇത്രയും നാൾ ചോദിക്കാനും പറയാനും ആരുമില്ല, ഈ പിള്ളേരെ അങ്ങ് തല്ലി ഒതുക്കാം, 3-4 ദിവസം അടികിട്ടി അവർ ഓടിപ്പോവും, അത് കഴിഞ്ഞ് ഇവർക്കെതിരെ കേസിടാം, അങ്ങനെ ആ രീതിയിലുള്ള അടിച്ചമർത്തൽ നടപടികളുമായി കുട്ടികളുടെ അടുത്തേക്ക് വന്നാൽ അവർ പേടിച്ച് പിന്മാറും. വളരെ ചെറിയൊരു സമൂഹം മാത്രമേ ഇനി അവിടെ അവശേഷിക്കൂ എന്നൊക്കെ കരുതി ക്രൂരമായ
നടപടികളിലേക്ക് കടന്നവർക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. BJPക്ക് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം കോൺഗ്രസ് ഏറ്റെടുത്തു, പ്രതിപക്ഷം ഏറ്റെടുത്തു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ വന്നതോടുകൂടി ഈ സമരത്തിൻ്റെ തലം തന്നെ മാറുകയും ഇത് വലിയ തോതിൽ കൂടുതൽ ചർച്ച ചെയ്യുകയും ലോകം മുഴുവൻ ഈ വിഷയം വ്യാപകമായി ഈ ചർച്ചയാക്കുന്ന, അല്ലെങ്കിൽ ലോകമാധ്യമങ്ങൾ മുഴുവൻ ഈ വിഷയം സജീവമായ വാർത്തകളാക്കുന്ന സാഹചര്യമായി മാറിയിട്ടുണ്ട്. നോക്കുക, ഇവിടെ യുവാക്കൾ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആർട്ടിക്കിൾ 19 അവരുടെ ജനാധിപത്യമായ അവകാശമാണ്, ജനാധിപത്യപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് ഈ പറയുന്ന സമരം ചെയ്യുക എന്നുള്ളത്. അതായത് ഉണ്ടാക്കാതെ അല്ലെങ്കിൽ കലാപമുണ്ടാക്കാതെ, ഏതെങ്കിലും തരത്തിൽ പർപ്പസ്ഫുൾ പ്രൊവോക്കേഷൻ ഇല്ലാതെ സമാധാനപരമായി സമരം ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ, നമ്മുടെ ഫ്രീ സ്പീച്ച്, നമുക്ക് സംസാരിക്കാനുള്ള, നമ്മുടെ പ്രതിഷേധം പറയാനുള്ള ഒക്കെയുള്ള സാഹചര്യമുള്ള രാജ്യമാണ്. അത് ആ നിലയ്ക്ക് മുന്നോട്ട് പോയ വളരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച യുവാക്കളെയാണ് പോലീസ് മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അതുപോലെയുള്ള ക്രൂരതകളാണ്. കൊച്ചു പെൺകുട്ടികളുടെ പിൻഭാഗത്തേക്ക് ലാത്തി കുത്തിക്കയറ്റുന്ന പുരുഷ പോലീസുകാരുടെ അടക്കം വൃത്തികെട്ട നെറികെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഭയത്തോടു കൂടി, അല്ലെങ്കിൽ വലിയ ആശങ്കയോടുകൂടി, ജനാധിപത്യം എന്നതൊരു ചോദ്യചിഹ്നം എന്ന കണക്ക് മാത്രമേ ജനങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കൂ. അത്രയും നിലവാരമില്ലാത്ത രീതിയിലാണ് BJP ഈ സമരത്തെ അടിച്ചമർത്താൻ നോക്കുന്നത്. BJPയുടെ ഗുണ്ടകൾ പോലീസുകാർക്കൊപ്പം സിവിൽ ഡ്രസ്സിൽ ലാത്തിയും വടികളുമായി വന്നിട്ട് പെൺകുട്ടികളെ അടക്കം അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന് പുറത്തു വരികയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിന് മൂക്കിന് പരിക്കേൽക്കുന്നു. ജനപ്രതിനിധികളെ ചവിട്ടിക്കൂട്ടി വലിച്ചുകൊണ്ടു പോകുന്നു. മന്ത്രിമാരെ ഒരു നിർദാക്ഷിണ്യം അവരെ വലിച്ചു കൊണ്ടുപോവുകയാണ്. പോലീസിൻ്റെ ക്രൂരമായ കിരാതമായ നടപടി. അപ്പം ഞാൻ പറയുന്നത്, ഇത് ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികൾക്ക് പ്രാഥമികമായി കിട്ടേണ്ട ഒരു പരിഗണനയുണ്ട്. അതുപോലും കൊടുക്കാതെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്നെ ഒപ്പോസിഷൻ ലീഡർ എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് എന്നുള്ളത് ഈ പറയുന്ന ഭരണഘടന എന്താണെന്ന് പോലും അറിയാത്ത ഇവന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞങ്ങൾ മാത്രം മതി ഇവിടെ, ഞങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധവും ഇവിടെ വേണ്ട, ഞങ്ങൾക്കെതിരെ ഒരു ശബ്ദവും ഉയരണ്ട, ശബ്ദം ഉയർന്നാൽ ഞങ്ങൾ അത് അടിച്ച് പൊട്ടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആ രീതിയിൽ കായികമായി നേരിടും. ഈ രീതിയിലാണ് ഇപ്പോൾ നോക്കുക, സംഘപരിവാറിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ കൊലവിളിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ രാജ്യദ്രോഹിയാണ്, വിദേശ ഫണ്ട് സ്വീകരിച്ചു വന്നിട്ട് ഇവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ഇവനെ കൊല്ലണം, ഇവനെ തീർക്കണം, രാജ്യദ്രോഹികളെ വെടിവെക്കണം, ആ പാവപ്പെട്ട കൊച്ചു പിള്ളേർക്ക് നേരെയാണ് വെടിയുതിർക്കണമെന്ന് ഇവിടുത്തെ സംഘപരിവാരത്തിൻ്റെ കിങ്കരന്മാർ സോഷ്യൽ മീഡിയയിലൂടെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. സോനം വാങ്ങി ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധി വിദേശ ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, രഞ്ജിനി ഹരിദാസ് അവിടെ പോയിരുന്നു. അവരവരുടെ നിലപാട് വെളിപ്പെടുത്തിയതിന് താഴെ വന്നൊരു കമന്റ് ആയിരുന്നു, അതായത് ഈ കുറച്ച് പൈസ എവിടുന്നോ കിട്ടി, അതുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ സംഘപരിവാർ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഈ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ ഈ ഒരു പറ്റം യുവാക്കളെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് അല്ലെങ്കിൽ നമ്മളുടെ അത്രയും നമ്മൾ വിശ്വസിക്കുന്ന ഈ ജനാധിപത്യത്തിൽ ഈ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് BJP നടത്തുന്നത് വലിയൊരു ഫാസിസം തന്നെയല്ലേ? ഇത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രേഷ്മ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നലെ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP നേതാവിനോട് ചില മാധ്യമങ്ങൾ ഈ സമരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത്, ഇവിടെ വേദിയില്ലാഞ്ഞിട്ട് എവിടുന്നോ പൈസ വാങ്ങിച്ചിട്ട് അവിടെ പോയി ആൾ കളിക്കാൻ നോക്കുകയാണെന്നുള്ള മട്ടിലാണ്. വളരെ നിലവാരമില്ലാത്ത രീതിയിൽ, ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത രീതിയിൽ, പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത രീതിയിൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് നേരെ കാറി തുപ്പുന്ന രീതിയിലാണ് BJPയുടെ നേതാക്കൾ, ഈ ഗോപാലകൃഷ്ണനെ പോലെയുള്ള പമ്പര വിഡ്ഢിത്തം നിറഞ്ഞ വർത്തമാനങ്ങൾ പറയുന്ന നേതാക്കൾ ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായിട്ട് വേണം നമ്മൾ കാണാൻ. ഇപ്പോൾ സോനം വാങ്ചുക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധമുള്ള ആളാണെന്നാണ് ഇവിടെ കുറേ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അഭിജിത് ദീപ്കെ വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് ഇവിടെ സമരം ചെയ്യാൻ വരുന്ന ആളാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇത്തരം വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി വിമർശനം
പ്രഭാഷണങ്ങൾ നടത്തുന്ന യൂട്യൂബർമാരെയൊക്കെ വിദേശ ഫണ്ട് സ്വീകരിച്ച് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെന്നാണ് ഇവർ മുദ്രകുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ധ്രുവ് റാത്തിയെ പോലെയുള്ള ആളുകളൊക്കെ മറ്റൊരു രാജ്യത്തിരുന്ന് അവിടുത്തെ സർക്കാരിൻ്റെ ഇന്ന് പൈസ മേടിച്ചിട്ട് ഇവിടുത്തെ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഈ നാറിയവന്മാരുടെ നിരന്തരമായ ആരോപണം. അല്ല, ഈ വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുന്ന പരമനാറികളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ രാജ്യം ഭരിക്കുന്നത് ആരാണ്? ഈ രാജ്യത്തിനെതിരെ ഈ രാജ്യത്തിനുള്ളിൽ നിന്ന് വിദേശ ഫണ്ട് വാങ്ങിച്ച ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നിയമപരമായി അത് കണ്ടെത്താനും ശിക്ഷിക്കാനും ഈ കിഴങ്ങന്മാർക്ക് കഴിയില്ലേ? ഇതാണ് സംഘപരിവാറിൻ്റെ വൃത്തികെട്ട നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നവരോട് ചോദിക്കാനുള്ള കാര്യം. അതായത് അതിന് പോലും കഴിയാത്ത കിഴങ്ങന്മാരാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്നാണോ സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബുദ്ധിയുള്ളവർ കൂടുതൽ വന്നാൽ അത് ഈ പറയുന്ന രാഷ്ട്രീയവൽക്കരണം ഒന്നും നടക്കത്തില്ല. അത് വളരെ വ്യക്തമായിട്ട് BJPക്ക് അറിയാം. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലെ കുറച്ച് പ്രതികരണങ്ങൾ ഞാൻ കണ്ടിരുന്നു. അതായത് ആ പ്രതികരണത്തിൽ പറയുന്നത്, കുറെ ആളുകൾ പറയുന്നുണ്ട്, ഈ സമരത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല അവിടെ ആളുകൾ വരുന്നത്. അതായത് RSSൽ നിന്നും BJPയിൽ നിന്നും ഈ സമരത്തിനെ അനുകൂലിച്ച് വരുന്നവർ കൂടി ഉണ്ട്. അതും കൂടി കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ മക്കളുടെ ഭാവി, ആ ഭാവിയെ ചോദ്യം ചെയ്യും, അവരുടെ മക്കളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള പ്രതിഷേധം വന്നാൽ, അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ആളുകൾ അവിടെ വരുന്നത്. ഒരു കുട്ടി പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ആ കുട്ടി അവിടെ വരുന്നു, പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് താങ്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്? അതൊരു ആ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു RSSകാരനാണ്, ഞാൻ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രതിഷേധത്തിൽ ഞാൻ ഇറങ്ങാൻ ചെയ്യുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത്രയും, അതായത് 10-20 കുട്ടികൾ മരിച്ചെന്നും പറഞ്ഞിട്ട് നിനക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആ മകൻ തിരിച്ചു പറഞ്ഞത്, ആ 20 കുട്ടികൾ മരിച്ചു, 21ാമതായിട്ട് ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാരണം ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതും രീതിയിൽ എൻ്റെ കാര്യങ്ങൾ നടന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഞാൻ പഠിക്കേണ്ടയും ജോലി ചെയ്യേണ്ട കാര്യത്തിൽ ഇത്തരം രാഷ്ട്രീയവൽക്കരണം വന്നു കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ഭാവി എന്താകും എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ മകൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ പ്രതിഷേധത്തിനെത്തുന്നത്. അതേപോലെ തന്നെ ഒരു അമ്മ പറയുകയാണ്, എൻ്റെ മകൾ ഇവിടെ പ്രതിഷേധത്തിനുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ പോലീസ് അല്ലെങ്കിൽ പോലീസ് സംഘത്തിൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് പോലീസാണ്, ഇവരെ രണ്ടുപേരെയും എനിക്ക് നോക്കിക്കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രതിഷേധത്തിൽ എത്തിച്ചേരുന്നത്. ഇത് ചെറിയൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ചെറിയൊരു കാര്യമോ അല്ല, BJPക്കും RSSനും കിട്ടുന്ന വലിയൊരു തിരിച്ചടി കൂടിയാണ്. കാരണം അവരുടെ ഇടയിൽ തന്നെ തങ്ങളുടെ മക്കളുടെ ഭാവി നോക്കാൻ വേണ്ടിയിട്ട് ഒരുപറ്റം ആളുകൾ കൂടി ഈ ഒരു പ്രതിഷേധത്തിൽ കയറുന്നു, അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ വരുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത് BJPക്കും RSSനും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരും വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവരും തമ്മിലുള്ള പോരാട്ടമാണിത്. അതായത് ഈ പഠിത്തം, ഇത് വിദ്യാഭ്യാസമാണല്ലോ അടിസ്ഥാന വിഷയം. ഈ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം ഇത് കേൾക്കുന്നവനുണ്ടോ, ഇവർക്കെതിരെ തിരിയുന്നവനുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കുന്നത്. സുമേഷ് കാവിപ്പടയ്ക്ക് എന്ത് സ്കൂള്, എന്ത് ശാസ്ത്രം, എന്ത് ബോധം? ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം ഉണ്ടാക്കാമെന്നും ഗോമൂത്രം കുടിച്ചാൽ വേറെന്തോ വലിയ സിദ്ധി കിട്ടുമെന്നും ഈ പറയുന്ന ചാണക കേക്ക് കഴിച്ചാൽ കൊറോണ മാറുമെന്നൊക്കെ പറയുന്ന കുറേ വിദ്യാസുരന്മാരുടെ ഇടയിലേക്കാണ് ഈ വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നവും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. ആ പറയുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം തമിഴ്നാട്ടിലെ കാര്യമാണ്. അണ്ണാമലയുടെ ആ ഒരു തീരുമാനം, അതായത് അദ്ദേഹം ഒരു IS ഓഫീസർ ആയിരുന്നു, അദ്ദേഹത്തിന് ഈ പറയുന്ന BJP ആശയങ്ങളോട് അങ്ങനെ എല്ലാം തന്നെ അങ്ങോട്ട് ഒത്തുപോകാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം നല്ല ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ നേടിയ ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അദ്ദേഹം ഒരു IS-കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ BJP അടിച്ചമർത്തുന്ന ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടുവരുന്ന BJPയുടെ ചില ഫാസിസ്റ്റുകളെ തിരിച്ചറിയുന്ന ആളുകൾ കൂടി ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു. അപ്പം അത്തരം നീക്കങ്ങൾ ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് നടക്കുമ്പോൾ അത് തീർത്തും RSSന്റെയും BJPയുടെയും അടിവേരിളക്കുന്ന രീതിയിലേക്ക് പോകില്ലേ? അല്ല, ഇത് ജനങ്ങൾക്ക് വലിയ പ്രതിഷേധം പല കാര്യങ്ങളിലും ഈ രാജ്യത്തുണ്ട്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടതാണ്, ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ എങ്ങനെയാണ് രാജിവെക്കാൻ പറയുക? അങ്ങനെ രാജിവെക്കാൻ പറഞ്ഞാൽ E20 പെട്രോൾ വിഷയത്തിൽ നിതിൻ ഗഡ്കരിയോട് രാജിവെക്കാൻ പറയേണ്ടി വരും. അതുപോലെ തന്നെ പല വിഷയങ്ങളിൽ ഇതുപോലെ രാജി ആവശ്യങ്ങൾ കൂടുതലായി ഉന്നയിക്കും. പല മന്ത്രിമാരും രാജിവെച്ച് പോകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ഇപ്പോൾ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നാൽ തുടരെ പല
വകുപ്പുകളിലെയും പല മന്ത്രിമാരെയും രാജിവെപ്പിക്കുന്ന വിധത്തിലേക്ക് ഈ സമരം രാജ്യവ്യാപകമായി പടർന്നു കയറാൻ സാധ്യതയുണ്ട് എന്ന ചിന്താഗതിയിൽ നിന്നാണ് ഈ സമരത്തെ അടിച്ചമർത്താനും അവഗണിക്കാനുമുള്ള തീരുമാനമുണ്ടാകുന്നത് എന്നൊരു വാദം കൂടി വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമായിരുന്നു രാജിവെക്കണമെന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ സമരക്കാരെ ഈ വിധത്തിൽ അടിച്ചോടിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെ രാജിവെക്കണമെന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയയിൽ പുതിയ ക്യാമ്പയിനുകൾ വരുന്നുണ്ട്. അതായത് ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ കോടിക്കണക്കിന് വരുന്ന യുവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനും ദൂരീകരിക്കാനും അല്ലെങ്കിൽ അവരെ ആ വിധത്തിൽ കടുത്ത ദുരിതത്തിലേക്ക് ആശങ്കയിലേക്കൊക്കെ തള്ളിവിട്ട അതിന് ഉത്തരവാദിയെ തൽസ്ഥാനത്ത് നിന്നും പുറത്താക്കാനും മടിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ജനങ്ങളോട് മാപ്പ് പറയണമെന്നുള്ളതാണ് ഇവരുടെ പുതിയ ആവശ്യം. ഇത്രയും വിദ്യാർത്ഥികളെ ക്രൂരമായി കൈകാര്യം ചെയ്തതിൻ്റെ, തല്ലി ഓടിച്ചതിൻ്റെ, തല്ലിക്കൂട്ടി നിന്ന ഒരു രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണവർ. ഒരു കുട്ടികളാണ്, വെറും ചെറിയ പ്രായമുള്ള യുവാക്കൾ. അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നാളെയുടെ ഭാവി എന്ന് പറയുന്നത്. ഇവരെ ഒരു തരത്തിലുള്ള മര്യാദയുമില്ലാതെ ക്രൂരമായി ആക്രമിക്കുക, കൊച്ചു പെൺകുട്ടികളെയൊക്കെ പുരുഷ പോലീസുകാർ ഭേദ്യം ചെയ്യുക, അടിച്ചോടിക്കുക. യൂണിഫോം ഇല്ലാത്ത ആളുകളുമുണ്ട്, യൂണിഫോം ഇല്ലാത്ത സംഘപരിവാർ ഗുണ്ടകൾ കയറി വരുന്നു. പല പോലീസുകാരും അവരുടെ ലാത്തി ഉപയോഗിച്ച് അവിടെ കിടന്ന കാറുകളൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് അത് ഈ CJPയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു. ഇവിടെയുള്ള ബോധവും വിവരവും ഇല്ലാത്ത സംഘപരിവാറിന്റെ കുറെ കിഴങ്ങന്മാരായിട്ടുള്ള പ്രചാരകര് അത് മുഴുവൻ ഈ പാറ്റ പാർട്ടിക്കാരാണ് കലാപത്തിന് ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ വാഹനങ്ങൾ, പോലീസ് തല്ലിപ്പൊട്ടിച്ച വാഹനങ്ങളുടെ അടക്കം ദൃശ്യങ്ങൾ എടുത്തിട്ട് അത് മുഴുവൻ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ തലയിൽ ചുമത്തുകയാണ്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ആ സമരത്തിനിടയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, അവരുടെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. ഈ വിദ്യാർത്ഥികൾ പ്രക്ഷുബ്ധരായതിനെ തുടർന്ന് പോലീസുകാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, അവർ വാഹനങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടൊക്കെയുണ്ട്. പക്ഷേ ആ വിദ്യാർത്ഥികൾ കലാപമുണ്ടാക്കുക, സംഘർഷമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ വന്നവരായിരുന്നില്ല എന്ന് നമ്മൾ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കാരണം അവരവിടെ സമാധാനപരമായി പന്തൽ കെട്ടി സമരം ചെയ്യായിരുന്നു. അതിനിടയിലാണ് പോലീസ് അങ്ങോട്ട് ഇരച്ചെത്തി അവർക്കെതിരെ ആക്രമണം നടത്തുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള യുവതയെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തെ ഈ വിധത്തിലല്ലായിരുന്നു കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഈ വിഷയം ഏറ്റെടുത്തതോടുകൂടി ഇനി ഇത് അവസാനിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. രാഹുൽ ഗാന്ധിയും അടക്കം ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഫാസിസം എന്ന രീതിയിൽ തന്നെയാണ് അവരും കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് പാർലമെന്റിൽ കറുത്ത വസ്ത്രമെടുത്താണ് എല്ലാ MP-മാരും, പ്രതിപക്ഷ MP-മാർ വന്നത്. അവർ ശക്തമായ പ്രതിഷേധം പാർലമെന്റിനകത്ത് ഉയർത്തിയിരുന്നു. ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം വലിയ തോതിലുള്ള ഒച്ചപ്പാടുകളും ബഹളവും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ആത്യന്തികമായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ ഭരിക്കുന്ന സർക്കാരിനെതിരെ വലിയ രോഷമുണ്ട്. അത് പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലേക്ക് ഒരു അടയാളപ്പെടുത്തലായി ഈ സമരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഇല്ലെങ്കിൽ പോലും ആളുകൾ സംഘടിക്കാനും സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ രാജ്യത്ത് എത്തിയിരിക്കുന്നു ജനങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായി ഈ സംഭവത്തെ നമുക്ക് കാണാം. എന്തായാലും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചാൽ ഈ സമരം അങ്ങനെ അടിച്ചമർത്തപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്നലെ അവിടെ എത്തിയത്. ഇപ്പോഴും ആ വിഷയങ്ങളിൽ ഉറച്ചു നിന്ന് ആ യുവാക്കൾക്ക് പിന്തുണ കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്പോൾ ആ പ്രശ്നത്തിൽ രൂക്ഷമായിട്ട് ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനും വെറുതെ അടിച്ചമർത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ധാരണയുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെ അടിവരയിടുന്നതാണ് ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്നത് തീർച്ചയാണ്.